വെൽക്കം ടു PSC Journey. PSC Journeyയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്റ്റഡി വ്ളോഗല്ല, നമ്മൾ എന്തായാലും സ്റ്റഡി വ്ളോഗ് തുടങ്ങുന്നുണ്ട്. അത് തന്നെ പറയാം, നമ്മളുടെ മെയിൻസിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി വ്ളോഗ്സ് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്തായാലും 2 ഫേസുകാർക്ക് കൂടെ എക്സാംസ് ബാക്കിയുണ്ട്, പ്രിലിംസിൻ്റെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവർക്ക് യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതായത് ഈ 4 ഫേസുകളിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ അതിൽ ആവർത്തിച്ച കുറച്ച് ഏരിയകളുണ്ട്. ഒരു പോർഷൻസ് ആവർത്തിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, 4 എണ്ണത്തിലും ചോദിച്ചിട്ടുള്ളതുണ്ട്. അപ്പോൾ അത്തരം ഏരിയകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് പറയട്ടെ, ഇതന്നെ 5ലും 6ലും ആവർത്തിക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ 4ാമത്തെ ഫേസ് ഞാൻ എഴുതാൻ പോകുമ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് അനലൈസ് ചെയ്ത് പോയത് എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഷുവറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് നിങ്ങൾക്കും ഉപയോഗപ്രദമാവുകയാണെങ്കിൽ, പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ ബിഗിനേഴ്സാണ് നിങ്ങൾ, ആദ്യത്തെ പ്രിലിംസാണ്, ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ല, നോക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്ത് നോക്കണം, എങ്ങനെ നോക്കണം എന്നൊരു ഒരു ഐഡിയ ഇല്ലാതെ ഇരിക്കുന്നവർക്കാണെങ്കിൽ കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് വേഗത്തിൽ പറയാം. ഒന്നാമത്തെ ഇപ്പോൾ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ അതിൽ മുന്നേറ്റങ്ങൾ, കേരളത്തിലെ മുന്നേറ്റങ്ങൾ എന്ന് പറയുന്ന ഏരിയ എന്തായാലും നോക്കണം. അതുപോലെ തന്നെ ഇന്ത്യയിലെയും നോക്കണം, വാഗൺ ട്രാജഡി, അതുപോലെ റൗലറ്റ്, ആ ഒരു ഏരിയയൊക്കെ ഉണ്ടല്ലോ, ചമ്പാരൻ സത്യാഗ്രഹം, അത് പ്രത്യേകിച്ചും ഗാന്ധിജിയായിട്ട് ബന്ധപ്പെട്ട ഏരിയകൾ നോക്കുക. പിന്നെ പത്രങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അത് നമ്മളുടെ റാങ്ക് ഫയൽ എടുത്ത് നോക്കിയാൽ കാണാം, അതിൽ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് SCRT ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പത്രങ്ങൾ, ഓരോരുത്തർ സ്ഥാപിച്ച പത്രങ്ങൾ, അതും നോക്കുന്നത് നല്ലതാണ്. INCയും കൂടെ നോക്കുക ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്ന്. പിന്നെ നവോത്ഥാന നായകന്മാരാണെങ്കിൽ കേരളത്തിൽ നിന്ന് ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, പിന്നെന്താ വാഗ്ബടാനന്ദൻ, പിന്നെ മന്നത്ത്, അതുപോലെ ശ്രീനാരായണ ഗുരു, വൈകുണ്ഠ സ്വാമികൾ, ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്ന ഏറ്റവും ആദ്യം നമ്മൾ റാങ്ക് ഫയൽ എടുത്താൽ തന്നെ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ള പേരുകളാണ് ഇവരൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ അത്തരത്തിലുള്ള അവരുടെയൊക്കെ തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പെട്ടെന്നൊന്ന് വായിച്ചിട്ട് പോവുക, അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഓക്കെ, വൈക്കം സത്യാഗ്രഹം അതുപോലെയുള്ള ഏരിയകളൊക്കെ. ഇനി നമ്മൾ ജോഗ്രഫിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ പറയാനുള്ളത് ഭൂപ്രകൃതിയാണ്. ഇന്ത്യൻ ജോഗ്രഫിയിൽ ഭൂപ്രകൃതി എന്തായാലും നോക്കണം. അതായത് ഉത്തരപർവ്വത മേഖല, ഉത്തരമഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശം, ആ ഒരു ഏരിയ നിങ്ങൾ മസ്റ്റായിട്ട് നോക്കണം. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടായിരിക്കും, ഹിമാലയം, ആ ഒരു ഏരിയയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. പിന്നെ നമ്മൾ കേരളത്തിലെ നദികളായാലും ഇന്ത്യയിലെ നദികളായാലും ഷുവറായിട്ട് നോക്കണം. അത് നോക്കണം എന്ന് പറയുമ്പോൾ അത് ഡീപ്പായിട്ടൊന്നുമല്ല, ജസ്റ്റ് നദികളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, എന്താ പറയുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ. പിന്നെ മണ്ണ്, അതുപോലെ തന്നെ എന്താ പറയുക, നമ്മളുടെ ജലവൈദ്യുത പദ്ധതികൾ, അത് ഷുവറാണ് കേട്ടോ. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ നോക്കി പോകണം. അതുപോലെ തന്നെ ഇന്ത്യയിലെ മണ്ണിനങ്ങളെ കുറിച്ചും ഒരു ഐഡിയ ഉണ്ടായിട്ട് അതും ആ ഒരു ഏരിയയും കൂടെ വായിച്ചിട്ട് പോകാം. പിന്നെ ജലവൈദ്യുത പദ്ധതികൾ കേരളത്തിലെ കൂടുതൽ നോക്കുക. പിന്നെ ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കേരളത്തിലും ഇന്ത്യയിലും നോക്കുമ്പോൾ ഒരുപാടുണ്ടെങ്കിലും കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് നോക്കുന്നത് നല്ലതായിരിക്കും. SCRTയുടെ ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ചിട്ട് നോക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ജോഗ്രഫി എന്ന് പറയുന്നത്. കേരളത്തിലെ കായലുകൾ എന്ന് പറയുന്ന ഏരിയയും കൂടെ ഒന്ന് നോക്കി പോകണം കേട്ടോ. അപ്പോൾ അതും കൂടെ നോക്കി കഴിയുമ്പോൾ നമ്മളുടെ ഭൂപ്രകൃതിയിൽ അത്രയെങ്കിലും നിങ്ങൾ നോക്കുക. അടുത്ത് നമ്മൾ ഭരണഘടന എടുക്കുമ്പോൾ ഭരണഘടനയിൽ നിന്ന് വരുന്നതാണ് ഭേദഗതികൾ, ഭരണഘടനാ ഭേദഗതികൾ ഷുവറായിട്ട് നോക്കണം. അതും ഈ പറയുന്ന പോലെ നമ്മളുടെ ഇതിലൊക്കെ ഉണ്ട്, എല്ലാ റാങ്ക് ഫയലുള്ളതാണ് ഭരണഘടനാ ഭേദഗതികൾ, അത് നോക്കി പോവുക. പിന്നെ ദേശീയ പതാക, ദേശീയ ഗാനം, ഗീതം, ഇത് ഷുവറാണ്. ഇതിൽ നിന്നും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ നിങ്ങൾ ഷുവറായിട്ട് നോക്കി പോവുക. എല്ലാം റാങ്ക് ഫയൽ കൊടുത്തിരിക്കുന്ന പോർഷൻസ് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ കമ്മീഷൻസിൻ്റെ പോർഷൻസ് എടുക്കുമ്പോൾ വരുന്നതാണ് മനുഷ്യാവകാശവും വിവരാവകാശവും. നിങ്ങൾ ഈ 4 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ കാണാം, ഈ 4ലും ഈ 2 കമ്മീഷനുകൾ, അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, അല്ലെങ്കിൽ ആ നിയമം, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഷുവറാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ നോക്കി പോകാനായിട്ട് ശ്രമിക്കാം. അടുത്ത് നമ്മൾ സയൻസിൻ്റെ കേസ് എടുക്കുമ്പോൾ നമ്മൾ ഗ്രന്ഥികൾ, അതായത് ഗ്രന്ഥികൾ നോക്കി പോവുക. വൈറ്റമിൻസും രോഗങ്ങളും ഷുവറായിട്ട് നോക്കേണ്ട ഏരിയയാണ്. അതുപോലെ തന്നെ ആറ്റമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നൈട്രജൻ, ഓക്സിജൻ, ഇതും നൈട്രജൻ അല്ല, ഹൈഡ്രജനും ഓക്സിജനും, ആ ഒരു ഏരിയയും കൂടെ നോക്കണം. പിന്നെ വൈറ്റമിൻസ് ഞാൻ പറഞ്ഞു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് സസ്യശാസ്ത്രത്തിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കാട്ടോ നിങ്ങൾ. അത് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, നമ്മളൊക്കെ മാറ്റി വയ്ക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന്ന് ചോദിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് സസ്യശാസ്ത്രം, സങ്കര ഇനം വിളകൾ, അതൊക്കെ ഞാൻ രാവിലെ ക്ലാസ്സിന് പോകുമ്പോഴേ എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയപ്പോൾ എല്ലാറ്റിലും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ജസ്റ്റ് നോക്കി പോയതുകൊണ്ട് എനിക്ക് കിട്ടിയൊരു ആൻസറാണത്. അപ്പോൾ അതുകൊണ്ട് സങ്കര ഇനം വിളകൾ നിങ്ങൾ മറക്കാണ്ട് നോക്കുക, അത്രയും നോക്കുക കേട്ടോ. പിന്നെ കറണ്ട് അഫയേഴ്സ് ഉണ്ട്, മാത്സ് പിന്നെ ഞാൻ പറയുന്നില്ല, നിങ്ങൾ സിലബസ് വെച്ചിട്ട് പഠിക്കുക. അപ്പോൾ ഇത്രയും ഏരിയകൾ നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും എക്സാമിന് പോവുക. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. താങ്ക്